ഹലോ എവ്രി വൺ ഏജ് വേൾഡ് വിത്ത് AI-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രാക്ടിക്കൽ പോർഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ്സ് 3 മുതൽ 8 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്യും. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. സോ നോട്ട്ബുക്കും പെന്നുമായി റെഡിയായിരിക്കുക. നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം അല്ലേ. ഈ 6 മെയിൻ ഏരിയാസ് ആണ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വരെയുള്ള യൂണിറ്റ്സ്. എക്സാമിന് ഫുള്ളായി പ്രിപ്പയർ ആകാൻ ഈ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് യൂണിറ്റ് 3 ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പ്രോജക്റ്റ് നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് വളരെ എസെൻഷ്യലാണ്. ആദ്യത്തെ മെത്തേഡ് നെറ്റ് പ്രസന്റ് വാല്യൂ, അല്ലെങ്കിൽ സിമ്പിളായി NVP എന്ന് പറയാം. NVP എന്ന് പറയുന്നത് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂവിൽ നിന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുന്നതാണ്. കേട്ടിട്ട് പേടിക്കേണ്ട, എക്സാമിന് വളരെ മുഖ്യമായ ഒരു ഫോർമുലയാണിത്. ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നോക്കാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ₹50,000, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ₹20,000, പ്രോജക്റ്റിന്റെ ലൈഫ് 3 ഇയേഴ്സ്, പിന്നെ ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് യൂസ് ചെയ്യും. ഈ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോന് കറസ്പോണ്ടിങ് പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇയർ 1 12180, ഇയർ 2 16520, പിന്നെ ഇയർ 3 15020 കിട്ടും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രസന്റ് വാല്യൂ 49720 ആയിട്ട് കിട്ടും. ഇനി NPV കണ്ടുപിടിക്കാൻ ടോട്ടൽ PVയിൽ നിന്ന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ -280 കിട്ടും. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് എക്സാം ടിപ്പ് പറയട്ടെ. ഇവിടെ NPV നെഗറ്റീവ് ആണ് അല്ലേ? അതുകൊണ്ട് ഈ പ്രോജക്റ്റ് കണ്ടിപ്പായും റിജക്റ്റ് ചെയ്യണം. കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന പ്രോജക്ട്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലോ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ വരുന്ന മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് കൂടിയൊന്ന് വേഗം നോക്കാം. പേബാക്ക് പീരീഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ARR, പിന്നെ IRR. ഒരു ഇമ്പോർട്ടൻറ്റ് റൂളുണ്ട്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ PI 1നേക്കാൾ വലുതാണെങ്കിൽ പ്രോജക്റ്റ് ആക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം. യൂണിറ്റ് 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനി ഫണ്ട്സ് യൂസ് ചെയ്യുന്നതിന്റെ കോസ്റ്റാണ്. കോസ്റ്റ് ഓഫ് ഡെറ്റ്, പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റിയുടെ ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ടാക്സ് ബെനിഫിറ്റ് കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ 1 - T ഫോർമുലയിൽ വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ WACC. ഡെറ്റ് 40% അറ്റ് 8% കോസ്റ്റ്, പിന്നെ എക്വിറ്റി 60% അറ്റ് 12% കോസ്റ്റ്. ഇവിടെ നമുക്ക് കമ്പനിയുടെ ഓവറോൾ ഫൈനാൻസിംഗ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. കാൽക്കുലേഷൻ തീരെ ബുദ്ധിമുട്ടില്ല. വെയ്റ്റ്സിനെ കോസ്റ്റ് കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡെറ്റ് പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ 0.4നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.2 കിട്ടും. എക്വിറ്റി പോർഷനിക്ക് 0.6നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.2 കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. സോ നമ്മുടെ ഫൈനൽ ആൻസർ 10.4% ആണ്. ഈ വാക്കാണ് കമ്പനിയുടെ ടോട്ടൽ ഫൈനാൻസിംഗ് കോസ്റ്റ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നൊരു പ്രോബ്ലമാണിത്. സോ തെറ്റാതെ എഴുതി തന്നെ പഠിക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് 5 ലെവറേജസ്. ലെവറേജസ് കമ്പനി പ്രോഫിറ്റിലുണ്ടാക്കുന്ന ചേഞ്ചസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. രണ്ട് മെയിൻ ലിവറേജസ് ആണ്, ഓപ്പറേറ്റിംഗ് ലിവറേജും പിന്നെ ഫൈനാൻഷ്യൽ ലിവറേജും. ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഫോർമുല കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. ഫൈനാൻഷ്യൽ ലിവറേജിന്റെ ഫോർമുല EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. നമ്മുടെ മോഡൽ പ്രോബ്ലമിൽ രണ്ടും 2 ആണായിട്ട് കിട്ടിയത്. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് കമ്പൈൻഡ് ലെവറേജ് കിട്ടും. കമ്പൈൻഡ് ലെവറേജ് ടോട്ടൽ ബിസിനസ് റിസ്ക് മെഷർ ചെയ്യുന്നു. OL ആൻഡ് FLന്റെ മൾട്ടിപ്ലിക്കേഷനാണിത്. വളരെ സിമ്പിളാണ്. 2 × 2 = 4. കമ്പൈൻഡ് ലെവറേജ് 4 ആണ് നമ്മുടെ ആൻസർ. ഇക്വേഷൻസ് തെറ്റാതെ പഠിച്ചാൽ ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സെക്ഷനാണിത്. Let's move to Unit 6, Dividend Decisions. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പേ ഔട്ട് പോളിസി എങ്ങനെ അതിന്റെ മാർക്കറ്റ് വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് 2 മെയിൻ മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. വാൾട്ടേഴ്സ് മോഡൽ ഡിവിഡൻഡ് പോളിസി ഷെയർ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഗോർഡൻസ് മോഡലും ഓൾമോസ്റ്റ് സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്, പക്ഷേ ഫോർമുല സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഒരു സിംഗിൾ പ്രോബ്ലമിൽ 2 മോഡലും യൂസ് ചെയ്താൽ വോൾട്ടർ മോഡലിലെ ₹120ഉം ഗോർഡൻ മോഡലിലെ ₹72 കിട്ടും. 2 മോഡലും തെളിയിക്കുന്നത് ഡിവിഡൻഡ് ഡിസിഷൻസ് കമ്പനി വാല്യൂവിനെ എഫക്റ്റ് ചെയ്യും എന്നാണ്. നമ്മൾ ഫൈനൽ യൂണിറ്റ്സിലേക്ക് കടക്കുകയാണ്. യൂണിറ്റ് 7 ആൻഡ് 8 വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ക്യാഷ് മാനേജ്മെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇക്വേഷൻ വളരെ സിമ്പിളാണ്.
കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. നമ്മുടെ പ്രോബ്ലമിൽ ആൻസർ 1,20,000 കിട്ടും. ഇനി ക്യാഷ് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ക്യാഷ് പൊസിഷൻ പ്രിഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ റിസീറ്റ്സ് ആഡ് ചെയ്യുക, പിന്നെ പേയ്മെന്റ്സ് കുറയ്ക്കുക. ഫൈനലായി 30,000 ക്യാഷ് ബാലൻസ് കിട്ടും. എക്സലന്റ്! നമ്മൾ എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പ്രാക്ടിക്കൽ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. റെഗുലർ പ്രാക്ടീസ് ചെയ്താൽ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഫോർമുലാസ് എല്ലാം ഡെയിലി റിവൈസ് ചെയ്യുക. എഡു വേൾഡ് വിത്ത് AI കണ്ടതിന് നന്ദി. പ്രാക്ടീസ് ഓൾ ഫോർമുലാസ് ഡെയിലി ആൻഡ് റൈറ്റ് ഓൾ സ്റ്റെപ്സ് ക്ലിയർലി ഇൻ എക്സാംസ്. ഇനിയും ഇതുപോലെ എഡ്യൂക്കേഷണൽ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.